ഐക്യരാഷ്ട്രസഭയുടെ പൊതുസമ്മേളനത്തിന് ന്യൂയോർക്കിൽ തുടക്കം. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പങ്കെടുക്കും. അതേസമയം H-1B വിസ വിഷയത്തിൽ US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായി എസ് ജയശങ്കർ ചർച്ച തുടങ്ങി. UN ആസ്ഥാനത്തിന് മുന്നിൽ നിന്ന് മധു കൊട്ടാരക്കര ചേരുന്നു. തത്സമയം മധു, ചർച്ചകൾ അത് വിവിധ വിഷയങ്ങളുണ്ട്. വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട് വാണിജ്യമന്ത്രി ഒരു വശത്ത് ചർച്ച നടത്തുന്നു. H-1B വിസയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ചർച്ച പുരോഗമിക്കുന്നുവെന്നാണ് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ ഇസ്രയേൽ ഹമാസ് ഏറ്റുമുട്ടൽ, ഹമാസിനെ ഇല്ലാതാക്കും വരെ യുദ്ധം ആക്രമണമെന്ന് പറഞ്ഞു വെക്കുന്നത് നെതന്യാഹു. ആ ഘട്ടത്തിൽ കൂടിയാണ് UN പൊതുസഭ സമ്മേളനം ചേരുന്നത്. ഗോകുൽ, അല്പസമയം മുമ്പാണ് 80ാം ജനറൽ അസംബ്ലി ഐക്യരാഷ്ട്രസഭയുടെ ഔദ്യോഗികമായിട്ട് തുടക്കം കുറിച്ചത്. ഇന്ന് ഉച്ച കഴിഞ്ഞ് പ്രാദേശിക സമയം 3 മണിക്കാണ് സുപ്രധാന ജനറൽ അസംബ്ലിയിൽ പാലസ്തീൻ അനുകൂലമായിട്ടുള്ള ഒരു സ്റ്റേറ്റ് വേണമോ എന്നുള്ളൊരു ചോദ്യം മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു പ്രമേയം വരുന്നത്. സൗദി അറേബ്യയും അതുപോലെ ഫ്രാൻസുമായിരിക്കും ഈ അസംബ്ലിയുടെ കോച്ചേഴ്സ്. വിവിധ രാജ്യങ്ങൾ പാലസ്തീൻ അനുകൂലമായിട്ടുള്ള നിലപാടെടുത്തു കഴിഞ്ഞു. അല്പസമയം മുമ്പ് പോർച്ചുഗൽ പ്രസിഡന്റ് നമ്മളോട് സംസാരിക്കുകയുണ്ടായി. ഇതുകൂടാതെ മറ്റ് പല രാജ്യങ്ങളും, ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പാലസ്തീൻ അനുകൂല നിലപാടെടുക്കുമെന്നുള്ള ഒരു സൂചനയാണ് വരുന്നത്. ജർമ്മനി പറയുന്നത് ഇസ്രായേൽ ഇനി 1 ഇഞ്ച് ഭൂമി പോലും കൂടുതൽ കൈവശപ്പെടുത്തുവാൻ പാടില്ലെന്നാണ്. അതേസമയം ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും ഭാഗത്തു നിന്ന് ശക്തമായിട്ടുള്ള പ്രതികരിച്ചുകൊണ്ടുള്ള പ്രസ്താവനകൾ വന്നിട്ടുണ്ട്. ഡാനി ഡാനോൻ ആണ് ഇസ്രായേലിന്റെ UN അംബാസഡർ. അദ്ദേഹം പറയുന്നത് ഐക്യരാഷ്ട്രസഭ വെറും ഒരു സർക്കസ് ആയിട്ട് മാറിയിരിക്കുകയാണ്. അമേരിക്ക പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ വന്നിരിക്കുന്ന ഈ പാലസ്തീൻ അനുകൂല നിലപാടുകളെല്ലാം വെറും ഒരു സ്റ്റണ്ട് മാത്രമാണെന്നാണ് പറയുന്നത്. ഗോകുൽ, ഏതാണ്ട് 140 രാജ്യങ്ങളിൽ നിന്നുള്ള തലവന്മാർ ഈ ന്യൂയോർക്കിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ന്യൂയോർക്ക് കനത്ത സുരക്ഷയിലാണ്. അത് മാത്രമല്ല, നമ്മളുടെ ഇന്ത്യൻ സംഘത്തെ പ്രതിനിധീകരിച്ചുകൊണ്ടുള്ള എസ് ജയശങ്കറും ഇവിടെ എത്തിയിട്ടുണ്ട്. അല്പസമയം മുമ്പ് റോയൽ പാലസിൽ US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയുമായിട്ടുള്ള കൂടിക്കാഴ്ച അവസാനിക്കുകയും ചെയ്തു. പ്രധാനമായിട്ടും ഇന്ത്യക്ക് മേൽ ചുമത്തിയ 50% താരിഫും അതുപോലെ H-1B വിസയ്ക്കൊക്കെയുള്ള ഉയർന്ന അപേക്ഷാ ഫീസുമാണ് ആ ചർച്ചകൾ വന്നതെന്നാണ് സൂചനകൾ ലഭിക്കുന്നത്. രണ്ടുപേരും അതിനുശേഷം ഹോട്ടലിന്റെ മുന്നിൽ വെച്ച് മാധ്യമപ്രവർത്തകരെ കണ്ടെങ്കിലും അവർ എന്താണ് ചർച്ച ചെയ്തത് എന്നുള്ളതിന്റെ വിശദാംശങ്ങൾ നൽകിയിട്ടില്ല. നാളെ രാവിലെയാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഐക്യരാഷ്ട്രസഭയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നത്. ശനിയാഴ്ചയാണ് ബെഞ്ചമിൻ നെതന്യാഹു സംസാരിക്കുന്നത്. എസ് ജയശങ്കറും ശനിയാഴ്ചയായിരിക്കും സംസാരിക്കുന്നത്. ഈ 3 ലോക നേതാക്കളും എന്താണ് പറയുന്നതെന്ന് അറിയുവാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ഐക്യരാഷ്ട്രസഭയിലുള്ള മാധ്യമ സംഘവും. തീർച്ചയായും മധു കൊട്ടാരക്കരയാണ് UN ആസ്ഥാനത്തിന് മുന്നിൽ നിന്ന് ന്യൂയോർക്കിൽ നിന്നും തത്സമയ വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.